ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക നക്ഷത്രത്തിൽ തൻ്റെ ശിഷ്യന്മാരോടെല്ലാം മുൻകൂട്ടി അറിയിച്ച് ഒരു യോഗി ധ്യാനത്തിൽ ലയിക്കും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയമെടുപ്പും ശ്വാസവും താഴോട്ട് വന്ന് നിർവികൽപ്പ സമാധി എന്ന മഹത്തായ യോഗനിലയിലേക്ക് ആണ്ടുപോകും. സ്വന്തം മരണത്തെ മുൻകൂട്ടി പ്രവചിച്ച് കൃത്യം ആ ദിവസം തന്നെ ബോധപൂർവം ശരീരം വെടിയുന്ന ഒരു മഹാ അത്ഭുതം. നമ്മൾക്കുണ്ടാവുന്ന എല്ലാ കാർമിക് സൈക്കിളും നമ്മളെ ഒരുപാട് വേദനിപ്പിക്കാനുള്ള പ്രധാന റീസൺ ആ ഒരു കാർമിക് സൈക്കിളിൻ്റെ വൈബ്രേഷനേക്കാളും നമ്മളുടെ പേഴ്സണൽ വൈബ്രേഷൻ വളരെ വീക്കായിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങളൊരു പർട്ടിക്കുലർ കർമ്മ ചെയ്തു, അതിൻ്റെ എഫക്റ്റ് നിങ്ങളെ തേടി വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യണമെങ്കിൽ അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള, അതിനേക്കാളും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു വൈബ്രേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതുകൊണ്ടാണ് എല്ലാ യോഗികളും തീവ്രമായ തപസ്സിലൂടെയും സാധനയിലൂടെയും കടന്നു പോകുന്നത്. ഓരോ സാധന കടക്കുമ്പോഴും അവർ ഒരുപാട് സ്പിരിച്വൽ എനർജി സമാഹരിച്ചു കൂട്ടുകയാണ്. ഇതിനെ കോസ്മിക് എനർജി എന്നോ അല്ലെങ്കിൽ പ്രാണ എന്നോ അങ്ങനെ പല പേരിൽ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇത്തരം പ്രാണിക് ഫോഴ്സ്, ഇത്തരം സ്പിരിച്വൽ എനർജി ഓർ ദ കോസ്മിക് ഫോഴ്സ് ശരീരത്തിൽ ഇൻക്രീസ് ആവും തോറും നിങ്ങൾക്ക് ഒരുപാട് കർമ്മയിൽ നിന്നുമുള്ള മുക്തി ഈസി ആയിട്ട് ലഭിക്കുന്നതാണ്. അത് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കർമ്മയാണെങ്കിലും നിങ്ങളെ അലട്ടുന്നത് ഏതൊരു തരത്തിലുള്ള കാർമിക് സൈക്കിൾ ആണെങ്കിലും the more you increase your energy, the more less powerful the karma will be upon you. ഇതാണ് എല്ലാ സ്പിരിച്വൽ പ്രാക്ടീസിന് പിന്നിലുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഗോൾ. സോ ഇൻ ദ യോഗിക് സിസ്റ്റം ദർ ആർ 2 ways to increase your prana. ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ്. ആദ്യത്തെ കാര്യമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം. ഇപ്പോൾ 3 നേരം എന്നുള്ളത് 2 നേരം ആക്കണം എന്ന് പറയാറുണ്ട്, വെജിറ്റേറിയൻ ഫുഡ് എടുക്കണമെന്ന് പറയാറുണ്ട്, സ്പിരിച്വൽ പാത്തിൽ ഇതെല്ലാം ഹെൽപ്ഫുൾ ആണെന്ന് പറയാറുണ്ട്. ഇതെല്ലാം വളരെ റൂഡിമെൻ്ററി ആയിട്ടുള്ള ഏറ്റവും ഒരു ലോവർ ലെവലിൽ കിടക്കുന്ന റൂളുകളാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്, ബിക്കോസ് യോഗിക് സിസ്റ്റത്തിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റൂളുകളാണ് പാലിക്കുക, എസ്പെഷ്യലി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അവർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കുക്ക് ചെയ്തത് ആരാണോ, ഏത് അറ്റ്മോസ്ഫിയറിലാണ് കുക്ക് ചെയ്തത്, ഇതെല്ലാം ആ ഭക്ഷണത്തിൻ്റെ പ്രാണയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വെജിറ്റേറിയൻ ഫുഡാണെങ്കിലും നോൺ വെജിറ്റേറിയൻ ഫുഡാണെങ്കിലും ഏത് ഫുഡാണെങ്കിലും ആ ഫുഡ് കുക്ക് ചെയ്തത് ആരാണ്, ആ കുക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, ആ വ്യക്തിയുടെ കാർമിക് ഇംപ്രിൻറ്റും അവരുടെ പ്രാണയും ഈ ഭക്ഷണത്തിൽ ഡെഫിനറ്റ്ലി ട്രാൻസ്ഫർ ആയിട്ടുണ്ടാകും. അതുതന്നെയാണ് നിങ്ങളും സ്വീകരിക്കുക. ഇതുകൊണ്ടാണ് ട്രഡീഷണലി പറയാറുള്ളത് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കുക. കാരണം എല്ലാ സമയത്തും 90% വീട്ടിലാരെ കുക്ക് ചെയ്യുക, നമ്മുടെ സ്വന്തം അമ്മ തന്നെയായിരിക്കും. അപ്പോൾ അമ്മയിൽ നിന്നും വരുന്ന ഭക്ഷണം എപ്പോഴും ഇറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ ഫോർ യു, ബിക്കോസ് നിങ്ങളുടെ പ്രാണയുമായിട്ട് ഏറ്റവും അധികം സിമിലാരിറ്റി ഉള്ള ഒരേ ഒരു ശരീരമാണ് നിങ്ങളുടെ അമ്മയുടേത്. കാരണം അതിലൂടെയാണ് നിങ്ങൾ പുറത്ത് വന്നത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രാണയ്ക്ക് കുറച്ചെങ്കിലും ഒരു സിമിലാരിറ്റി നിങ്ങളുടെ അമ്മയായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൺസ്യൂം ചെയ്യുന്ന ഫുഡ് നിങ്ങൾ ഒരിക്കലും ഹാംഫുള്ളി എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ പ്രാണ, ഒരുപാട് ആൾക്കാരുടെ കാർമിക് പ്രിൻ്റ് അതിൽ പതിഞ്ഞിട്ടുണ്ടാവും. വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ പോലും ആ വെജിറ്റേറിയൻ ഫുഡിന് ഉപയോഗിച്ച വെജിറ്റബിൾസ് അത് എവിടെ നിന്നാണ് വന്നത്, ആ ലൊക്കാലിറ്റി എവിടെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനെ ലാർജ്ലി അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇതിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളും അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ആരത് കുക്ക് ചെയ്തു. കുക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലെ ചിന്തകൾ എങ്ങനെയായിരുന്നു, അവരുടെ ഇമോഷൻസിൻ്റെ വൈബ്രേഷൻ എങ്ങനെയായിരുന്നു, വാട്ട് ഈസ് ദെയർ പേഴ്സണൽ കർമ്മ, പേഴ്സണൽ കാർമിക് ഇംപ്രിൻറ്റ്, വാട്ട് ഈസ് ദെയർ പേഴ്സണൽ പ്രാണിക് സിഗ്നേച്ചർ, ഇതെല്ലാം ആ ഭക്ഷണത്തിൽ ഡെഫിനറ്റ്ലി ട്രാൻസ്ഫർ ആവുന്നുണ്ടാവും. അത് ഈവൻ വളരെ ചെറിയ ശതമാനമാണെങ്കിൽ പോലും റെഗുലർലി അത് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതും നിങ്ങളുടെ പേഴ്സണൽ കർമ്മയായിട്ട് മിക്സ് ആവപ്പെടും. ഏറ്റവും ഷോർട്ടായി പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് മാക്സിമം കർമ്മ. ഓരോ സൈഡിൽ നിന്നും ഓരോ വഴിയിലൂടെയും നിങ്ങളത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ദേഷ്യത്തോടെ ആരെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം തരിക, അല്ലെങ്കിൽ വിഷമത്തോടെ ഒരാൾ നിങ്ങൾക്ക് ഭക്ഷണം തരിക, ഒരുപാട് കൺഫ്യൂഷനിൽ ഒരാൾ നിങ്ങൾക്ക് ഭക്ഷണം തരികയാണെങ്കിൽ അതൊരിക്കലും ഒരു സാധകൻ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള റൂള് യോഗയിൽ വെച്ചിട്ടുള്ളത്. ഒരു സാധകനും ഒരു യോഗിയും ഇങ്ങനെ അജിറ്റേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഭക്ഷണം സ്വീകരിക്കാറില്ല. അവർ ദേഷ്യത്തിലാണെങ്കിൽ, അവർ സങ്കടത്തിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാറില്ല. വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷനിൽ നിന്നും ഒരാൾ അവർക്ക് ഭക്ഷണം പ്രദാനം ചെയ്തു തരികയാണെങ്കിൽ പോലും, അവർ പട്ടിണി കടന്നാൽ പോലും അവർ ഒരിക്കലും ആ ഭക്ഷണം സ്വീകരിക്കില്ല. മെയിൻലി ബിക്കോസ് there is a huge reason that you will accumulate karma from the food. Second method is to intensify your spiritual practice or sadhana.
സാധനയെക്കാളും ഒരു പ്രോപ്പറായിട്ടുള്ള മെഡിറ്റേറ്റീവ് പ്രാക്ടീസിനേക്കാളും നിങ്ങളെ കർമ്മയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ളത് തന്നെ പറയാൻ പറ്റും. കാരണം സാധന ഒരേ സമയം ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡും അതേസമയം ഒരു ബേണിംഗ് ഫയറുമാണ്. പുതിയ പുതിയ കർമ്മ അക്യുമുലേറ്റ് ചെയ്യലിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ടും ഓൾറെഡി നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള കർമ്മയെ ബേൺ ചെയ്ത് കളയുന്ന ഒരു ടൂളായിട്ടും സാധന ഫങ്ഷൻ ചെയ്യാറുണ്ട്. സോ ഇത്തരം കേസസിൽ നമുക്കറിയാം, ആദ്യം പറഞ്ഞ ഫുഡിൻ്റെ കാര്യം മെജോറിറ്റി ആൾക്കാർക്കും പ്രാക്ടിക്കൽ അല്ല. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമാണ്. പക്ഷെ അതേസമയം നിങ്ങൾക്കൊരു സാധന ഉണ്ടെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ പെർസെൻറ്റേജിലുള്ള കാർമിക് ഇംപ്രിൻറ്റുകളൊന്നും നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കില്ല. ഒരിക്കലും അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പോകുന്ന സമയത്ത് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളിലേക്കോ ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിലോ ഇറങ്ങിയാൽ പോലും വിത്തിൻ എ ഫ്യൂ അവേഴ്സ് നിങ്ങൾ നിങ്ങളുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തും. അവർ നിങ്ങളെ എത്ര ഇറിറ്റേറ്റ് ചെയ്താലും അവർ നിങ്ങളെ എത്ര വിഷമിപ്പിച്ചാലും വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ മേ ബി വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് നിങ്ങൾ തിരിച്ച് നോർമലായിട്ടുള്ള ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തും. സിംപ്ലി ബിക്കോസ് യുവർ എനർജി ഈസ് സോ സ്ട്രോങ്. അവരുടെ കാർമിക് സൈക്കിളിനേക്കാളും അവരുടെ കാർമിക് വൈബ്രേഷനേക്കാളും നിങ്ങളുടെ പ്രാണ വളരെ ശക്തിയേറിയതാണ്. അതുകൊണ്ടാണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യാത്തത്. ഈ സാധന പ്രോഗ്രസ് ചെയ്ത് പോകും തോറും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണൽ വൈബ്രേഷനും കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് സിംപ്ലി ബിക്കോസ് ഓഫ് യുവർ സ്ട്രോങ് പ്രാണ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാർമിക് സൈക്കിൾസും തനിയെ റിമൂവായി പോകുന്നതും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. സോ ഒന്നാമത്തെ മെത്തേഡിനേക്കാളും ചില റൂളുകൾ പാലിക്കുന്നതിനേക്കാളും ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഒരു സാധന എടുത്ത് അതിൽ ടോട്ടലായിട്ട് നിങ്ങളെ കമ്മിറ്റ് ചെയ്യാന്നുള്ളത്. ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ പ്രാണ ഇൻ ആൻ എക്സ്പോണൻഷ്യലി ഹൈ റേറ്റ്. യോഗയിൽ ഏറ്റവും അവസാനം പറയുന്ന ഒരു സ്റ്റേജാണ് സമാധി. സമാധിയിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന 2 സമാധികളാണ് സവികൽപ്പ സമാധിയും നിർവികൽപ്പ സമാധിയും. ഇതിലെ നിർവികൽപ്പ സമാധിക്കാണ് എല്ലാ യോഗികളും എല്ലാ സാധകരും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്. ബിക്കോസ് ഇഫ് എ യോഗി എൻറ്റേഴ്സ് നിർവികൽപ്പ സമാധി, അതോടെ അവരുടെ എല്ലാ കർമ്മയും എന്നേക്കുമായിട്ട് അവസാനിക്കുകയാണ്. അവർക്ക് ഈ ഭൂമിയോടും അവർ കടന്നു വന്ന എല്ലാ ജന്മങ്ങളോടുമുള്ള പ്രാരാബ്ധം അതോടെ അവസാനിക്കുകയാണ്. ഫ്രം ദർ ദേ ഹാവ് നോ കർമ്മ. അവർക്ക് ശരീരത്തോടും ഒരു കർമ്മയില്ല, മനസ്സിനോട് കർമ്മയില്ല, ഒന്നിനോടും കർമ്മയില്ല. ദേ ആർ ടോട്ടലി ഫ്രീ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് കർമ്മ. ഇങ്ങനെ പറയാനുള്ള റീസൺ, നിങ്ങളുടെ അന്നമയ കോശവുമായി നിങ്ങളുടെ ഭൗതിക ശരീരവുമായി നിങ്ങൾക്കൊരു കാർമിക് അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ടാണ്. ഒരു കാർമിക് സൈക്കിൾ അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഈ ശരീരമുള്ളത്. ഈ ജന്മത്തിൽ ഈ സൈക്കിൾ എപ്പോഴാണ് അവസാനിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മരണം സംഭവിക്കും. പിന്നെ പുതിയ ഒരു ശരീരം എടുക്കും. എഗെയിൻ യു വിൽ സ്റ്റാർട്ട് ഫങ്ഷനിങ് വിത്ത് ദ സെയിം കാർമിക് സൈക്കിൾ ജനറേറ്റിംഗ് ന്യൂ കർമ്മ. ഇതാണ് മനുഷ്യൻ്റെ അവസാനിക്കാത്ത ബർത്ത് ആൻഡ് ഡെത്ത് സൈക്കിൾ. പക്ഷെ ഒരു യോഗി സമാധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നിർവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഹീ ഹാസ് ബേൺഡ് ഓൾ ദ കർമ്മ. ഒരു അണു പോലും ഒരു ആറ്റം പോലും ബാക്കി വയ്ക്കാതെ എല്ലാ കർമ്മയും അദ്ദേഹം ബേൺ ചെയ്ത് കളയാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു കർമ്മ ഉണ്ടാവില്ല. ശരീരത്തോടും മനസ്സിനോടും പ്രാണമയ കോശത്തോടുമുള്ള കർമ്മ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം ഒരിക്കലും നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല. ആ ശരീരത്തിൽ നമ്മൾ തനിയെ പുറത്തോട്ട് പോകും. സാധാരണ മനുഷ്യന് ഈ ജന്മത്തിൻ്റെ ഈ ശരീരത്തോടുള്ള കർമ്മ അവസാനിക്കുമ്പോഴാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, യോഗികൾ സമാധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ജന്മത്തോടുള്ള കർമ്മയാണ് അവിടെ അവസാനിക്കുന്നത്. അതിനുശേഷം ദർ ഈസ് നോ ബർത്ത്. അവർക്ക് പിന്നെ ബർത്തും ഇല്ല ഡെത്തും ഇല്ല. ദേ ഹാവ് ബിക്കം സർവ്വവ്യാപി. അവർ ഈ പ്രപഞ്ചമായി മാറുകയാണ്. അവർ ഈ ദൈവത്തോടെ എന്നേക്കുമായിട്ട് ലയിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ സാധകരുടെയും എല്ലാ യോഗികളുടെ ഒരേ ഒരു ലക്ഷ്യവും നിർവികൽപ്പ സമാധിയാണ്. അതായത് ബോധപൂർവം ശരീരം ഉപേക്ഷിക്കുക. ഇതൊരു മിറാക്കിളാണ്. കാരണം ഇത്തരം യോഗികൾ നേരത്തെ പ്രഖ്യാപിക്കും, ഇന്ന ഡേറ്റിൽ ഇന്ന നക്ഷത്രത്തിൽ ഇന്ന സമയത്ത് ഞാൻ എൻ്റെ ശരീരം വെടിയുകയാണ്. കറക്റ്റ് ആ സമയത്ത് തന്നെ അവരുടെ ശരീരം ഉപേക്ഷിക്കും. റൂം തുറന്ന ശിഷ്യർ ആ സമയം കഴിഞ്ഞ് ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പത്മാസനത്തിൽ ചിന്മുദ്ര പിടിച്ച് നട്ടൽ നിവർത്തി തന്നെ അവരവിടെ ഇരിക്കുന്നുണ്ടാവും. പൊതുവേ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ബോഡിയുടെ കൺട്രോൾ പോകും, നമ്മൾ താഴോട്ട് വീഴും. പക്ഷേ ഇവർ ഒരു അനക്കവും ഇല്ലാതെ നിവർന്ന് നിന്ന് ചിന്മുദ്രയിൽ സമാധി സ്റ്റേറ്റിലുണ്ടാവും. അവരുടെ മെഡിക്കലി അവരെ മരിച്ചു, അവർ കഴിഞ്ഞു, അവർ തിരിച്ചു വരുമൊന്നുമില്ല. പക്ഷേ ദേ ആർ സിറ്റിംഗ് അപ്രൈറ്റ്, നിവർന്ന് നിൽക്കുന്നുണ്ടാവും. ചിന്മുദ്രയിൽ തേജസ്സോടെ ഇരിക്കുന്നുണ്ടാവും. എത്ര ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ അവരുടെ ശരീരം പുറത്ത് വെച്ചാൽ പോലും
അതിലൊരു ഈച്ചയും വരില്ല, ഒരു ഉറുമ്പ് മരിക്കില്ല, തേജസ്സോടെ തന്നെ നിലനിൽക്കും. ദിസ് ഈസ് ദ മിറാക്കിൾ ഓഫ് സമാധി. ഇതാണ് മഹായോഗികളെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുക. ബോധപൂർവം ശരീരം ഉപേക്ഷിക്കുക. സോ ദിസ് ഈസ് ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് എവറി സാധക. എല്ലാ സാധകനും എല്ലാ യോഗികളും ആഗ്രഹിക്കുന്ന ഏറ്റവും ദിവ്യമായ സ്റ്റേറ്റാണ് സമാധി. അതിലേക്കുള്ള ഒരേ പാതയാണ് യോഗ.